സംസാരിക്കുന്നതെന്നറിയോ? ആ, അതെന്നെ പോലെ മറ്റാർക്കും അറിയില്ലല്ലോ. ഒരു കാര്യം ഞാൻ എല്ലാരോടോട്ട് പറയാം. എന്റെ ഇഷ്ടത്തിനെതിരായി എന്റെ ജീവിതം തകർക്കാൻ നോക്കിയാലേ ഇപ്പൊ നീ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളുടെ ലോകമുണ്ടല്ലോ, നിന്റെ ഈ സുരക്ഷിത ജീവിതത്തിന്റെ മായാവലയം, അത് ഞാൻ വേരോടെ തന്നെ ഇങ്ങ് തോണ്ടിയെടുക്കും. എന്റെ ആഗ്രഹങ്ങൾ നിഷേധിച്ചിട്ടേ ഇവിടെ ആരും സന്തോഷത്തോടെ ജീവിക്കണ്ട. അമ്മയ്ക്കും എന്റെ ആങ്ങളയ്ക്കും ചിലപ്പോ പലതും നഷ്ടപ്പെട്ടെന്ന് വരും, അത് മറക്കണ്ട. അഴി എണ്ണിക്ക് ഞാൻ എല്ലാത്തിനെയും. ശിശിരേച്ച പറഞ്ഞിട്ട് പോയത് എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ മോളെ, ദേഷ്യം വന്നാലേ അവൾക്ക് ഭ്രാന്താ. പറയുന്നതിനൊന്നും ഒരു പരസ്പര ബന്ധവും ഉണ്ടാവില്ല. മോൾ അതൊന്നും കാര്യമാക്കണ്ട. അത് പിന്നെ മോളെ, മോൾ അവളോട് ഇനി ഈ കാര്യമൊന്നും സംസാരിക്കാൻ പോകണ്ട. ഗോകുൽ എന്താന്ന് വെച്ചാ തീരുമാനിക്കട്ടെ. ഞാനൊന്നും പറയുന്നില്ല അമ്മ. ഗോകുല് എന്താന്ന് വെച്ചാ തീരുമാനിക്കട്ടെ. അതാ നല്ലത് മോളെ. എന്റെ ഈശ്വര, ഗോകുലിനോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് അവള് പഴയതൊക്കെ വെട്ടി തുറന്നു പറഞ്ഞ എന്റെ മകന്റെ കുടുംബം തകരുമല്ലോ എന്റെ ഈശ്വര. അതിന് സമൃദ്ധയ്ക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? അതെ അതെ, ഞാനിപ്പോ ഓർക്കുന്നു. എനിക്കാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ വലിയ പാടാണ് കേട്ടോ. അന്നെന്തോ മറവിയുടെ പ്രശ്നമായിരുന്നല്ലേ? മറവിയാണെന്ന് ആര് പറഞ്ഞു? അന്ന് അതൊരു തലവേദനയായിരുന്നല്ലേ? അതൊക്കെ അപ്പോഴേ മാറുകയും ചെയ്തു അല്ലേ മോളെ? ഞാൻ ചായ എടുക്കാം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? പഴയതൊക്കെ അവളെ ഓർമ്മിപ്പിക്കാനാണോ? ഞാൻ വിളിച്ചിട്ടാ രാജീവേട്ട വന്നത്. അമ്മ നോക്കണ്ട, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ തന്നെയാ ഞാൻ രാജീവേട്ടനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഗോകുലിനെ കൊണ്ട് അമ്മ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞാലൊന്നും ഈ കാര്യത്തിൽ അവൻ തീരുമാനം മാറ്റില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കും. അതുകൊണ്ട് കുടുംബത്തിന് എന്തെങ്കിലും നാണക്കേടുണ്ടായാ പിന്നെ എന്നെ കുറ്റം പറയരുത്. അധിക പ്രസംഗം പറയുന്നോടി. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എനിക്കിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ. സ്വന്തം മകന്റെ കാര്യത്തില് അമ്മ മറ്റു പലതും ചെയ്യുന്നുണ്ടല്ലോ. ശിശിരേ, എന്തിനാ വെറുതെ അമ്മയോട് ദേഷ്യപ്പെടുന്നത്? അമ്മ പാവം. ഗോകുല് സമ്മതിക്കാതെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയില്ലേ? അമ്മേ, എനിക്ക് ശിശിരയ്ക്കും പരസ്പരം ഇഷ്ടമാണ്. പണ്ട് ഇഷ്ടമായിരുന്നു, അന്ന് അത് നടന്നില്ല. അതുപോട്ടെ, ഇപ്പോ ശിശിരയ്ക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളെല്ലാം സമ്മതിച്ചിട്ട് ഒരു ദിവസം ഇവിടേക്ക് പെണ്ണ് ചോദിക്കാൻ ഞാൻ വരാനിരിക്കുന്നു. പക്ഷേ അത് നടക്കൂലെന്ന് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എനിക്കിതിലൊന്നും പറയാനില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുണ്ട്. ദയവ് ചെയ്ത് അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം. നാളെ ഞാൻ മരുമകനായിട്ട് കയറി വരേണ്ട വീടാണിത്. അതുകൊണ്ട് അമ്മയോട് ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ശിശിരയെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഗോകുലും അമ്മയെ ഇങ്ങനെ എതിര് നിൽക്കുന്ന സ്ഥിതിക്ക് ശിശിര ആവശ്യപ്പെട്ടാൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിതനാവും. ഇങ്ങനെ പറയുന്നതിൽ ദയവ് ചെയ്ത് അമ്മ എന്നോട് ക്ഷമിക്കണം. അത് നടക്കില്ല. തോന്നുന്ന പോലെ അവളെ ഇവിടെ ഇറക്കി വിടാൻ പറ്റില്ല. ആഹാ, നല്ല ഒന്നാം തരം ചായ. ഇത് സമൃദ്ധയുടെ സ്പെഷ്യൽ ചായയാ. സമൃദ്ധ, ചില കാര്യങ്ങൾ ഞാൻ സമൃദ്ധയോട് പറയാം. മറ്റെന്തൊക്കെ മറന്നാലും അത് മറക്കരുത്.
മറ്റൊന്നുമല്ല, എന്റെ ശിശിരയുടെയും കാര്യം. സമൃദ്ധ പറഞ്ഞ ഗോകുല സമ്മതിക്കും. അല്ലെങ്കിലും സമൃദ്ധയ്ക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല. അത് മതി. അമ്മേ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പറഞ്ഞതൊന്നും അമ്മ മറന്നോല്ലേ? ഞാൻ ഓർമ്മിപ്പിക്കണോ? ഞാൻ ഗോകുലിനോട് സംസാരിക്കാം. ആ ശിശിരേ, ഇനി അമ്മ എല്ലാം ശരിയായിക്കോളും. താൻ വിഷമിക്കണ്ടെന്നേ. എല്ലാവരുടെ സമ്മതത്തോടെ നമ്മുടെ വിവാഹം ഉടനെ നടക്കും. അപ്പൊ ശരി. നീ ഈ വീടിന്റെ സമാധാനം കളയും. അവനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത് നീ ഒറ്റ ഒരുത്തിയ. എന്റെ മോന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? രാജീവ് സമാധാനായിട്ടല്ലേ സംസാരിച്ചേ? ചേച്ചിയുടെ ഇഷ്ടം നടത്തി കൊടുക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഗൂഗിൾ വരട്ടെ, ഞാൻ ഒന്നുകൂടി സംസാരിച്ച് നോക്കാം. നീ അവനെ വിളിച്ചോണ്ട് വന്നത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇപ്പം രാജീവ് പറഞ്ഞതൊന്നും സമൃദ്ധ കേട്ടിട്ടില്ല. ഇനി സ്വന്തം മകന്റെ ജീവിതം തകരാതിരിക്കേണ്ടത് അമ്മയുടെ ബാധ്യതയാണ്. എന്തു വേണമെന്ന് അമ്മ ആലോചിച്ച് തീരുമാനിക്കും.